വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ്. അതുപോലെ ആ ക്യാൻഡിലിന്റെ ലോയിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. മാർക്കറ്റ് ആ ലെവലിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്, അതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 100,508, അതുപോലെ തന്നെ 100,2028, അതിന്റെ മുകളിലുള്ളത് 100,03,443 and 100,04,0487. ഇനി റെസിസ്റ്റൻസ് 100,06,096 ആൻഡ് 100,05,573. ഇനി അതിന്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് 100,07,582 ആൻഡ് അതിന്റെ മുകളിലുള്ളത് 100,08,42, 100,08,342. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷനാണ് നിൽക്കുന്നത്. ഭയങ്കര കൺഫ്യൂഷൻ ആയുള്ള ഒരു ഏരിയയിലും കൂടിയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ 50 മിനിറ്റ്സിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മാർക്കറ്റ് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ആണ് നിൽക്കുന്നത്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട 1-2 ഏരിയാസ് 50 മിനിറ്റ്സിൽ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഇവിടേക്കോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴേക്കോ വന്നിട്ട് ഒരു കൺഫർമേഷൻ എടുക്കുക. എസ്പെഷ്യലി ഈ ലോയിനെ എടുത്തിട്ട് ഒരു കൺഫർമേഷൻ എടുത്ത് വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ, വീണ്ടും ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിലേക്ക് വന്ന് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ട്രേഡ് ഇവിടെ നിന്ന് ഇവിടം വരെ എടുക്കാം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ നമുക്ക് നോക്കാവുന്നതാണ്. ഇത്രയും നോക്കിയാൽ മതി തൽക്കാലം. അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് എൻട്രി ഉള്ളൂ, ബൈ എൻട്രി. ഇവിടെ നിന്ന് ഇവിടം വരെയൊക്കെ നമുക്ക് ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം. വീണ്ടും ഒരു ചെറിയ പുൾ ബാക്ക് എടുത്തിട്ട് ഇതിനെയും ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ താഴോട്ടേക്കും വരുന്ന സമയത്ത് ഒരു നല്ല എൻട്രി എന്ന് പറയുന്ന ഈ ലൈനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്ന് ഒരു സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നല്ലൊരു എൻട്രി എന്നുള്ളൂ. അതൊരു പക്ഷേ ഈ ലെവലിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ 1 lakh വരെയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വീണ്ടും ഒരു കൺഫർമേഷൻ എടുത്താൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകാം. അത് എവിടുന്ന് വേണമെങ്കിലും എടുക്കാം, ഈ ഏരിയയിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും എടുക്കാം. പിന്നുള്ളത് ഈ റേഞ്ചിന്റെ ഉള്ളിൽ എൻട്രി ആണ്. ഈ റേഞ്ചിന്റെ എൻട്രി, അതായത് ഇവിടെയുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ മുകളിലുള്ള റെസിസ്റ്റൻസിന്റെ ഉള്ളിലുള്ള എൻട്രി ആണ്. അതൊരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം, അതായത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് 1 മിനിറ്റിലോ 3 മിനിറ്റ്സിലോ കൺഫർമേഷൻ എടുത്തതിന് ശേഷം ഒരു എൻട്രി നമുക്ക് പരസ്പരം അങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടേക്ക് എടുക്കാം. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വളരെ കൂടുതലാവാനുള്ള സാധ്യത ഉണ്ട്. റിസ്കി ട്രേഡ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ BTCയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.